പ്രിയമുള്ളവരെ, നാം ഇന്ന് ഓർക്കുന്നത് വിനയത്തിലും സ്നേഹത്തിലും ദൈവത്തെ അനുഗമിച്ച വിശുദ്ധ ഇഗ്നേഷ്യസ് ഓഫ് ലാക്കോണിയെക്കുറിച്ചാണ്. 18-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലെ സാർഡിനിയയിൽ ജീവിച്ചിരുന്ന ഒരു കപ്പൂച്ചിൻ സന്യാസിയായിരുന്നു വിശുദ്ധ ഇഗ്നേഷ്യസ്. 60 വർഷത്തോളം ഒരു ഭിക്ഷക്കാരനായി തെരുവുകളിൽ നടന്ന ദാനധർമ്മങ്ങൾ സ്വീകരിക്കുകയും പകരമായി ജനങ്ങൾക്ക് ആത്മീയ ഉപദേശങ്ങളും രോഗശാന്തിയും നൽകുകയും ചെയ്ത വിനീതനായ ഒരു വിശുദ്ധനായിരുന്നു അദ്ദേഹം. പദവികളോ വലിയ സ്ഥാനങ്ങളോ ഇല്ലാതിരുന്നിട്ടും തൻ്റെ വിനയം കൊണ്ട് അദ്ദേഹം ഒരു ജനതയെ മുഴുവൻ ദൈവത്തിലേക്ക് അടുപ്പിച്ചു. 1701 ഡിസംബർ 17-ന് ഇറ്റലിയിലെ ലാക്കോണി എന്ന ഗ്രാമത്തിൽ ഒരു ദരിദ്ര കർഷക കുടുംബത്തിലാണ് ഫ്രാൻസിസ് ഇഗ്നേഷ്യസ് വിൻസെന്റ് ജനിച്ചത്. ചെറുപ്പം മുതലേ കഠിനാധ്വാനത്തിലും പ്രാർത്ഥനയിലുമാണ് അദ്ദേഹം വളർന്നത്. തൻ്റെ 20-ാമത്തെ വയസ്സിൽ കഠിനമായ ഒരു രോഗം ബാധിച്ചപ്പോൾ താൻ സുഖം പ്രാപിച്ചാൽ ഒരു സന്യാസിയാകുമെന്ന് അദ്ദേഹം ദൈവത്തിന് വാഗ്ദാനം നൽകി. രോഗമുക്തിക്ക് ശേഷം അദ്ദേഹം കപ്പൂച്ചിൻ സഭയിൽ ചേർന്നു. 1721 കപ്പൂച്ചിൻ സഭയിൽ ചേർന്ന അദ്ദേഹം ഇഗ്നേഷ്യസ് എന്ന പേര് സ്വീകരിച്ചു. സഭയിലെ ഏറ്റവും എളിയ ജോലികൾ സന്തോഷത്തോടെ ചെയ്യാനാണ് അദ്ദേഹം താൽപ്പര്യം കാണിച്ചത്. കാഗ്ലിയാരിയിലെ സന്യാസ മഠത്തിലേക്ക് അയക്കപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രധാന ജോലി തെരുവുകളിൽ നടന്ന മഠത്തിലേക്കായി ദാനധർമ്മങ്ങൾ ശേഖരിക്കുക എന്നതായിരുന്നു. 40 വർഷത്തോളം അദ്ദേഹം ഈ സേവനം തുടർന്നു. ഭിക്ഷ ചോദിക്കാൻ പോകുന്ന വീടുകളിലെല്ലാം അദ്ദേഹം സമാധാനത്തിന്റെ ദൂതനായി മാറി. ദരിദ്രരെ ആശ്വസിപ്പിക്കാനും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അദ്ദേഹം സമയം കണ്ടെത്തി. തൻ്റെ ജീവിതകാലത്ത് തന്നെ അദ്ദേഹത്തിലൂടെ നിരവധി അത്ഭുതങ്ങൾ നടന്നതായി വിശ്വസിക്കപ്പെടുന്നു. രോഗശാന്തി നൽകാനും പാപികളെ മാനസാന്തരപ്പെടുത്താനുമുള്ള പ്രത്യേക വരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എല്ലാവരോടും അങ്ങേയറ്റം വിനയത്തോടെ പെരുമാറിയ അദ്ദേഹം കുട്ടികൾക്കും പാവപ്പെട്ടവർക്കും വലിയൊരു ആശ്വാസമായിരുന്നു. അദ്ദേഹത്തിന്റെ മൗനം പോലും ഒരു പ്രാർത്ഥനയായിരുന്നു എന്ന് ജനങ്ങൾ വിശ്വസിച്ചു. ഔദ്യോഗികമായി വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലായിരുന്നിട്ടും ആത്മീയ കാര്യങ്ങളിൽ വലിയ അറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പ്രഭുക്കന്മാരും പണ്ഡിതന്മാരും പോലും അദ്ദേഹത്തോട് ഉപദേശം തേടി വരുമായിരുന്നു. 1781 മെയ് 11 തൻ്റെ 80-ാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. 1951 പയസ് 12-ാമൻ മാർപ്പാപ്പ ഇഗ്നേഷ്യസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഭിക്ഷാടകരുടെ കാവൽ വിശുദ്ധനായി അദ്ദേഹം വണങ്ങപ്പെടുന്നു. വിശുദ്ധ ഇഗ്നേഷ്യസ് ഓഫ് ലാക്കോണിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ലോകത്തിന്റെ കണ്ണിൽ നിസ്സാരമായ ജോലികൾ പോലും ദൈവസ്നേഹത്തോടെ ചെയ്യുമ്പോൾ അത് വിശുദ്ധിയിലേക്കുള്ള വഴിയാകുമെന്നാണ്. വലിയ പ്രസംഗങ്ങളോ അധികാരങ്ങളോ ഇല്ലാതെ തന്നെ തന്റെ ലാളിത്യം കൊണ്ട് അദ്ദേഹം വിശുദ്ധി പ്രാപിച്ചു. മെയ് 11 ഈ വിശുദ്ധന്റെ ഓർമ്മ പുതുക്കുമ്പോൾ എളിമയോടും സ്നേഹത്തോടും കൂടി മറ്റുള്ളവരെ സേവിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.